നമസ്കാരം. എൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചെറുകഥ പരിചയപ്പെട്ടാലോ? പ്രശസ്ത നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനായ സി രാധാകൃഷ്ണൻ്റെ മിനിക്കഥകൾ എന്ന കൃതിയിൽ നിന്നും എടുത്ത അമ്മ എന്ന കഥയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ കഥ വളരെ ചെറുതാണ്, എങ്കിലും ഇതിലടങ്ങിയിരിക്കുന്ന മൂല്യം വളരെ വലുതാണ്. നമുക്ക് കഥ പരിചയപ്പെടാം. അമ്മ. തനിക്ക് മാത്രമായി എന്തെങ്കിലും ഒന്ന് വേണമെന്ന് എൻ്റെ അമ്മ ജീവിതത്തിൽ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ കുട്ടികൾക്ക് വിളമ്പിത്തരാൻ തികയാത്തതോർത്ത് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടേയുള്ളൂ. എല്ലാവരുടെയും കഴിയുമ്പോൾ തനിക്കായി പാത്രത്തിൽ ഒന്നും ബാക്കിയില്ലെന്ന് കാണുന്നേരം സന്തോഷിക്കുക മാത്രം ചെയ്തു. ആ സന്തോഷത്തിൻ്റെ ഉറവിടം എന്തെന്ന് ആരും അറിയാതിരിക്കാനും പാടെത്ര പെട്ടു എന്ന് അമ്മയ്ക്കേ അറിയൂ. അമ്മയോളം കൃപ മക്കൾക്കുണ്ടെങ്കിൽ ആറ്റിലെ വെള്ളം മേൽപോട്ട് എന്നാണല്ലോ. ഐവർമഠം ശ്മശാനത്തിലാണ് അമ്മയുടെ ഉടൽ സംസ്കരിച്ചത്. എരിയുന്ന ചിതയുടെ അരികിൽ നടു അറ്റ് വേർപെടുമ്പോൾ അവസാനമായി വെള്ളം കൊടുക്കുക എന്ന ചടങ്ങിന് നിൽക്കെ ഞാൻ സത്യമായും കണ്ടു. കൈ ചിതയിൽ നിന്ന് പുറത്തേക്ക് നീട്ടി വിലക്കി വീശി അമ്മ പറയുന്നു, ഇത്ര അടുത്തേക്ക് വരണ്ട, ഇത് നല്ല ചൂടാണേ, ഇത്തിരി അങ്ങോട്ട് മാറി നിന്നോളൂ, തല വേർക്കണ്ട. ഈറനോടെ തുറന്ന ജീപ്പിൽ തിരികെ വരുമ്പോൾ ഭാരതപ്പുഴയിൽ നിന്ന് തണുത്ത കാറ്റേറ്റ് തളർന്നു മയങ്ങിയപ്പോൾ ഈ അനുഭവം വീണ്ടും ഉണ്ടായി. പിന്നീട് 12 കാലത്തിനിടെ പലപ്പോഴും എത്ര ജന്മം കൊണ്ട് അമ്മക്കടം വീട്ടും എന്ന് കണക്കാക്കാൻ ഞാൻ പഠിച്ച ഉന്നത ഗണിതം ഒട്ടും മതിയാകുന്നില്ല. അതിനാൽ ചെയ്യുന്നതെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കാം. നന്ദി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.